ഇതിന്റെ എല്ലാം ഒരു എന്നാ പറയണ്ടേ, ഇതിന്റെ എല്ലാം മേലെ നിൽക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ സ്നേഹമായിരിക്കും. സ്നേഹമില്ലെങ്കിൽ ഉൾക്കൊള്ളാനോ അനുസരിക്കാനോ അതിനെ അംഗീകരിക്കാനോ സാധിക്കില്ല. ചില കുടുംബത്ത് ജോണേ എന്ന് പറഞ്ഞ ഒരു അലർച്ച ഭാര്യ അലറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന്റെ മുട്ട് കൂട്ടിയിടിക്കും. അപ്പം ഇങ്ങനെയുള്ള കുടുംബങ്ങളിലൊക്കെ അവരുടെ ആ കുടുംബത്തിലും മക്കളുടെ ജീവിതത്തിലും ഇതിന്റെയൊക്കെ പ്രതിഫലനങ്ങൾ കാണാനായിട്ട് സാധിക്കും. ആ മക്കളുടെ ഒന്നും ജീവിതം സക്സസ് ആകത്തില്ല. അതുപോലെ ചില സാഹചര്യങ്ങളിൽ മക്കൾ പറയുന്നത് മാതാപിതാക്കൾ അനുസരിക്കേണ്ട അവസ്ഥകൾ വരും. ചില കാര്യങ്ങൾ അവരുടെ അറിവും അവരുടെ വിദ്യാഭ്യാസവും അവരുടെ ചില സാഹചര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ചില കാര്യങ്ങൾ അവർ പറയും. എന്തുകൊണ്ടാണ് അപ്പനും അമ്മയ്ക്കും അത് കേട്ടാൽ? അതാ ആദ്യം ഞാൻ പറഞ്ഞതാണ്, ഇതൊരു നിയമത്തിന്റെ പേരിലല്ല. ഒരു കുടുംബത്തിൽ ശരിയായ കാര്യം ആര് പറഞ്ഞാലും അതിനെ അനുസരിക്കാനും ഉൾക്കൊള്ളാനും അവിടെ എല്ലാവരും ബാധ്യസ്ഥരാണ്. പറഞ്ഞു മനസ്സിലായി? പ്രിയപ്പെട്ടവരെ, ഏതൻ തോട്ടത്തിലേക്ക് നോക്കും, പർദീസയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു അനുസരണക്കേടിന്റെ ഒരു ദുർഭൂതം ഉണ്ടായിരുന്നു. ഒരു ദുർഭൂതം ഈ ഹവ്വായുടെ തലയിൽ ആ ദുർഭൂതം കയറുന്നത് വരെ ആ പർദീസയിൽ വസിച്ചിരുന്ന എല്ലാ പക്ഷികളും മൃഗങ്ങളും ഇഴജന്തുക്കളും എല്ലാം ഈ ആദത്തെയും ഹവ്വായെയും പൂർണ്ണമായിട്ട് അനുസരിച്ചിരുന്നു. അവര് എപ്പോൾ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചോ ആ നിമിഷം മുതൽ പിന്നെ അവിടെയുള്ള ഒരു ജീവികളും ഇവരെ അനുസരിക്കാതെയായി എന്ന് മാത്രമല്ല, ഇവരെ ആക്രമിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. പിന്നീട് ആ പർദീസയുടെ ആ ഒരു സുഖസുഷുപ്തിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് പിന്നെ നമ്മൾ തിരുവചനത്തിൽ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പ്രപഞ്ചം, ഈ ഭൂമി മുഴുവൻ ആ സൃഷ്ടാവ് ഒരുക്കിയിരിക്കുന്ന ഒരു അച്ചുതണ്ടിലാണ് ഇത് കിടന്ന് തിരിയുന്നത്. അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന പാതയിലൂടെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടാവായ ദൈവം കൽപ്പിച്ചിരിക്കുന്ന ആ ഒരു പാതയെ പിൻചെല്ലുന്നതുകൊണ്ടാണ് ഇതെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്, മനുഷ്യൻ ഒഴികെ. പ്രിയപ്പെട്ടവരെ, ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയും ഈ മറ്റു ഗോളങ്ങളും സൂര്യനും ഉൾപ്പെടെ അതിന് പുറത്തായിട്ടുള്ള ഈ പ്രപഞ്ചത്തിലുള്ള ഓരോന്നും ദൈവത്തിനെതിരെ അനുസരണക്കേട് കാണിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് തീർന്നു പോകുന്നത്. ഒരു നിമിഷം കൊണ്ട് ഈ ഭൂമിയും ഈ സൗരയൂഥവും ഈ പ്രപഞ്ചവും മുഴുവൻ തീർന്നു പോകും. പലപ്പോഴും നമ്മുടെ ഈ ഭൂമിയിൽ എന്തുകൊണ്ടാണെന്നറിയോ ഈ പ്രകൃതിക്ഷോഭങ്ങളും കടൽക്ഷോഭവും പ്രകൃതിക്ഷോഭവും മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്? മനുഷ്യൻ കാണിക്കുന്ന അനുസരണക്കേട് കണ്ട് മടുത്തു കഴിയുമ്പോൾ ഈ പ്രകൃതി എന്ത് ചെയ്യും? അത് ഏറ്റുവാങ്ങും. ഈ പ്രകൃതി ആ അനുസരണക്കേടിനെ ഏറ്റെടുക്കും. ഇവൻ ചെയ്തു കൂട്ടുന്ന അനീതിയും അനുസരണക്കേടും മുഴുവൻ ഈ പ്രകൃതി സ്വാംശീകരിച്ച് അതും കാണിക്കും. ഒരു അവസാന നിമിഷത്തിലൊരു അനുസരണക്കേട് അതോടെ തീരും. ആര് തീരും? ദൈവമാണോ തീരുന്നത്? അല്ല, ഇതിന്റെ എല്ലാം കാരണക്കാരായ മനുഷ്യൻ തന്നെ തീരും.